സ്ത്രീകളെക്കാളേറെ പാവങ്ങൾ പുരുഷന്മാരാണ്. കാരണം ഒരുപാട് പ്രിവിലേജ് പുരുഷനുണ്ട് എന്നുള്ളതാണ് സമൂഹവും സ്ത്രീകളും ഒക്കെ പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാണോ? സ്ത്രീകളെക്കാളേറെ പാവങ്ങളും അതുപോലെ തന്നെ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണ് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇതിന്റെ കാരണം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് പുരുഷൻ ഭയങ്കര ഡിപ്പെൻഡബിൾ ആണ്. അത് പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവന്റെ ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, ചെറുപ്പം മുതലേ അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അവന്റെ അമ്മയാണ്. മുതിർന്നു വരുന്ന സമയത്ത് പെങ്ങന്മാരുണ്ടാവും, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഉണ്ടാവും, അതിനുശേഷം ഒരു പ്രായമാകുന്ന സമയത്ത് പെൺമക്കൾ ഉണ്ടാവും. കാരണം അച്ഛൻ അല്ലെങ്കിൽ ആങ്ങള അല്ലെങ്കിൽ മകൻ എന്നുള്ള പ്രിവിലേജ് കാരണം അവൻ എല്ലാ കാര്യത്തിനും മറ്റുള്ള സ്ത്രീകളെ ആശ്രയിക്കേണ്ടി വരികയും ഒരു പ്രശ്നം വരുന്ന സമയത്ത് കരയാൻ പാടില്ല, ഒറ്റയ്ക്ക് നേരിടണം എന്നുള്ള പ്രഷറും ബാധ്യതയും റെസ്പോൺസിബിലിറ്റിയും പുരുഷന്റെ തലയിലാണ്. സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ എക്സ്പ്രസ് ചെയ്യും, 10 ആളോട് പറയും, അവരെയൊക്കെ കൂട്ടി വന്ന് പുരുഷനെതിരെ പ്രതികരിക്കും. പക്ഷേ പുരുഷനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൻ അന്താളിച്ചു പോകും, അവൻ സൈലന്റ് ആയി പോകും, എങ്ങനെ അതിനെ നേരിടണം എന്നറിയാതെ പകച്ചു പോകും. അവസാനം അതിനൊരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ അവൻ ആത്മഹത്യയിലേക്ക് പോകും. അപ്പോൾ സ്ത്രീകളെക്കാളേറെ പ്രയാസപ്പെടുന്നതും പ്രിവിലേജ് കൊണ്ട് ബാധിതപ്പെടുന്നതും പുരുഷന്മാരാണ്. സ്ത്രീകളെക്കാളേറെ ഇമോഷനും പാവകളും പുരുഷന്മാരാണ്.